നമ്മളിവിടെ കടലിൽ ഞങ്ങൾ അടുത്തിട്ട് ബോട്ടിൽ ചെയ്യാൻ പോയപ്പോൾ കടലിലേക്ക് പോയി ചെയ്യുക എന്നുള്ളതാണ്. ബോട്ട് എടുത്തിട്ടും കാരണം നമ്മളിൽ കാശില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ VFX ചെയ്യാനും വരും. അതുകൊണ്ട് വളരെ ചുരുക്കം കാശ് കൊണ്ട് പടം ചെയ്യാൻ പറ്റും. കാണുമ്പോൾ അതെല്ലാ കാലത്തും ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ഈ ഗ്രാഫിക്സും VFXും ഒക്കെ ചെയ്യുമ്പോൾ അത് ആ സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. മുതൽവൻ വന്ന സമയത്ത് ഭയങ്കര ഗ്രാഫിക്സ് ആയിരുന്നില്ല. ഇപ്പോൾ കണ്ട പിള്ളേർ പോലും വെച്ചുകൊണ്ടിരിക്കില്ല. അപ്പം നമ്മുടെ ഫ്രണ്ട്സ് പോകാതിരിക്കാൻ എപ്പോഴും നല്ലത് റിയൽ ലൊക്കേഷനിൽ പോയി ഷൂട്ട് ചെയ്യാം. അവരെ സംബന്ധിച്ച് അത് ആലോചിക്കാനേ പറ്റില്ല. ഈ NTRന് ഈ ഫ്ലോറും ഈ മതിൽക്കെട്ടും വിട്ട് പുറത്ത് പോയി ഷൂട്ട് ചെയ്യണ കാര്യം ആലോചിക്കാനേ പറ്റില്ല. വിജയ്ക്ക് അത്രയും. ഇനി വല്ല ഷൂട്ട് ചെയ്യണമെങ്കിൽ വല്ല ഫോറിൻ രാജ്യത്തൊക്കെ പോകണം. ഇവരറിയാത്തത് കുടം ഒരു പാക്കറ്റ് ഒരു പെട്ടിയോ ചുമക്കാൻ അറിയാത്ത ആൾക്കാരാണ് ഇവർ. ആരും സമ്മതിക്കില്ല എന്ന് ഇവരെ കയ്യിൽ നിന്നൊരു മൂടി തെറിച്ച് പോയി അതെടുക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ 20 പേര് ഒന്നും എടുക്കുന്നത്. ഇപ്പോൾ ഡോറ് തുറക്കാൻ പോയി കഴിഞ്ഞാൽ 20 കൈ വരും ഇവിടെ തുറക്കാൻ. പിന്നെ എങ്ങനെയാണ് ഒരു കുടം വെള്ളത്തിൻ്റെ വെയിറ്റ് ഇവർക്ക് അറിയാം. അപ്പം അതുകൊണ്ടല്ലേ നിസ്സാരമായിട്ട് തന്നെ തൂക്കി പിടിച്ചുകൊണ്ട് പോയത്. മനസ്സിലായി ബീച്ചിൽ ജസ്റ്റ് ഒരു ചെരിച്ചില്ലെങ്കിൽ ആ ഒരാളുടെ വെയിറ്റ് എന്താണെന്ന് ഇങ്ങനെ അറിയാമോ. മല പോലും ഇങ്ങനെ കൊണ്ടുപോകും. ലോജിക്കലി അത് കറക്റ്റല്ല അവിടെ ആ ബോഡി ലാംഗ്വേജ് അല്ലേ. ട്രോളിയപ്പോൾ എല്ലാവരും എന്നെ ട്രോളണം. എന്നെ മടക്കൊണ്ട് വരാത് എന്നെങ്ങാതെ ഒരാൾ ഒന്നൊരു കുടം കൊണ്ടുപോകും. അങ്ങനെ വേണാതെ ആരെയാ കളിയാക്കേണ്ടതെന്ന് പോലും മനസ്സിലാവുന്നില്ല. എന്തൊക്കെ ആൾക്കാർ 10 പേര് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്നെ പറയേ വേണ്ടും. ഭൂമി ഉരുണ്ടതാണോ എന്നോ ഉരുണ്ടത്. ഇനി പരന്നാണെന്ന് ഒരാൾ പറഞ്ഞാൽ അയാളെ കൊല്ലുക. എന്നിട്ട് പരന്നാണെന്ന് എല്ലാവരും വിശ്വസിക്കും. അപ്പോൾ ഉരുണ്ടാണെന്ന് ഒരാളെന്ന് പറഞ്ഞാൽ അയാൾ കൊല്ലും. ഇതാദ്യം പരന്നാന്നല്ലേ പറഞ്ഞിരുന്നല്ലേ. ഭൂമി ഉരുണ്ടതാണെന്ന് ഒന്ന് പറഞ്ഞ ആളെ കൊന്നില്ലേ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും കൊല്ലണ്ടേ അല്ലേ. ഇനിയിപ്പോൾ പരന്നാന്ന് ഒരാൾ ഒന്ന് പറഞ്ഞാൽ അയാൾ കൊല്ലുമോ? ഉണ്ട്. അവരെ നമ്മൾ വിശ്വസിക്കില്ലല്ലോ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലലെല്ലാം നടക്കുള്ളൂ. ഈ പരന്നാണോ ഉരുണ്ടാണോ എന്ന് കാണാൻ ആരെങ്കിലും ഭൂമിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല. പറ്റുമോ? നാസാന്ന് പറയരുതട്ടോ. ഇല്ല. ഇവിടുത്തെ ഒരു ചെറിയൊരു കാര്യം, നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ ഒരു കിലോ ആപ്പിൾ ഇരിക്കണമെന്ന് നമ്മൾ കണ്ടാലല്ലോ വിശ്വസിക്കുള്ളൂ. എല്ലാവരും വിശ്വസിക്കുമോ? അല്ലെങ്കിൽ കണ്ടാലല്ലേ നമ്മൾ എല്ലാ കാര്യം വിശ്വസിക്കുള്ളൂ. പിന്നെ ഈ കാണാതെ ഭൂമി നിങ്ങൾ വിശ്വസിക്കുന്നത്. സാറ്റലൈറ്റ് എവിടെ ഉണ്ട്? നിങ്ങൾക്ക് ഈ കപ്പ് കാണുന്നില്ലേ? കപ്പ് ഫോക്കസ് കപ്പ് ഈ ഫോക്കസിൽ കാണണമെങ്കിൽ എത്ര ദൂരം പോകണം? കപ്പിന്ന് കപ്പ് ഇങ്ങനെ കാണാൻ പറ്റണ്ട ഫുള്ളായിട്ട്? ഇത്ര പോകണ്ടേ? അപ്പോൾ ഭൂമിനെ ഫുൾ വട്ടത്തിൽ കാണണമെങ്കിൽ എത്ര ദൂരം പോകണം? എത്ര കിലോമീറ്റർ പോകണം? സഞ്ജയ് ടെക്നോളജി പറ. എത്ര ദൂരം പോകണം? എത്ര ദൂരം പോകേണ്ടി വരും? അത്രയും ദൂരം പോയി കഴിഞ്ഞാൽ ഭൂമിനെ കാണാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആകാശം നോക്കുമ്പോൾ എല്ലാ ഗ്രഹവും കാണണ്ടേ? അത്രയും ദൂരത്ത് പോയിട്ട് എങ്ങനെ ഫോട്ടോ എടുക്കണത്? അതൊക്കെ ആര് വിടാനാകെ ഫോട്ടോ? ക്യാമറ. ഇതൊരു ഇമാജിനേഷൻ ചിത്രമാണ് വട്ടത്തിലുള്ളത്. നിങ്ങളതൊക്കെ വിശ്വസിച്ചിരിക്കണം. നമ്മൾ ഇവിടെ നിന്ന് ഒരു റോക്കറ്റ് വിടാനുള്ള ചിലവ് എന്താണെന്നറിയോ? വിട്ടും ഞാൻ പറഞ്ഞ റോക്കറ്റ് വിടാൻ ചിലവ് എന്താണെന്നറിയോ? എന്തോരം കാലത്തെ കഷ്ടപ്പാടുണ്ട്. എല്ലാം ഉണ്ടാക്കി സെറ്റ് ചെയ്ത് കത്തിച്ച് പിന്നെ 10 വരെ ഒരാൾ എണ്ണും വേണം. അല്ലെങ്കിൽ 10 മുതൽ 1 വരെ. ഇത് കഴിഞ്ഞിട്ട് സാധനം കത്തി അവിടെ എത്തുമ്പോഴേക്ക് തുമ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ നിന്ന് ആ തുമ്പ് പിന്നെ ആരെങ്കിലും തിരിച്ചു വിടണം. വരും ഈ പോയ പിന്നെ ആൾ പിന്നെ ഏത് വണ്ടിയിൽ തിരിച്ചു വരുന്നത്? മുകളില് അവിടുന്ന് അവരെ പറയുന്നില്ല. ഇത്രയും വലിയ തന്നാൻ വേണം ഇവിടുന്ന് ആ റോക്കറ്റ് ചന്ദ്രനിലേക്ക് വിടാൻ. ഏത് ഭൂമിയുടെ ഈ ഉപരിതലം വേദിച്ച് അതിൻ്റെ ഈ ഭ്രമണപഥം വേദിച്ച് സ്പേസിലെത്തി പിന്നെ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ കടന്ന് ചന്ദ്രനിൽ ഇറങ്ങിയ സാധനം ഇത്രേ ഉള്ളോട്ടാ.
പിന്നെ അവിടെ നിന്നൊരു കൈ തള്ളാൻ പോലും ആരുമില്ല. കാര്യം 2 വ്യക്തികളല്ലേ പോയിട്ടുള്ളൂ. കാര്യം നീൽ ആംസ്ട്രോങ്ങും മറ്റേ മച്ചാനും. ഒരാൾ തള്ളിയെന്ന് വിചാരിക്കാം. അവിടെ നിന്ന് എന്ത് പ്രഷറിൽ ഈ സാധനം തിരിച്ചിങ്ങോട്ട് ഇങ്ങനെ വരണത്? ഏത് ബെൽറ്റ് അല്ല ഇത്രയും സാധനം ജേണജി വേണ്ട കത്തി തീർന്ന് അപ്പുറത്തേക്ക് വരാൻ. അങ്ങനെ കത്താതെ വരികയാണെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ നിന്ന് ഇത്രയും നന്നാകും? ഇതേ ഐഡിയ തന്നെ ഇവിടെ നിന്ന് ഉപയോഗിച്ചാൽ മതിയില്ലേ? അതിയില്ലേ ആ തുമ്പ് മതി ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ അത് ഉപയോഗിച്ചാൽ മതിയില്ലേ? ഇവരുടെ ഈ പൊറോട്ട കഥ നമ്മളല്ലാതെ ആരെങ്കിലും വിശ്വസിക്കുമോ? നമ്മൾ ഇവിടെ നിന്ന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയാൽ അമ്മാവനാണ് പെണ്ണിൻ്റെ വീട്ടിൽ ആദ്യം കാലുകുത്തിയെന്ന് പറയുമോ? പെണ്ണിൻ്റെ വീട്ടിൽ അവരെത്തി, എല്ലാവരും എത്തിയെന്നല്ലേ പറയുള്ളൂ. 2 പേരോട് ചന്ദ്രനോട്ട് ആദ്യം നീലാംസ്ട്രോങ് കാലുകുത്തി എന്ന് പറയുമോ? ആരും ഉദ്ദേശം 2 പേരും ഒരുമിച്ചല്ലേ? 2 വണ്ടിക്കാണോ? ആണാ ആ കഥ എന്തുകൊണ്ടാണ് നമ്മൾ വിശ്വസിച്ചത്? നീലാംസ്ട്രോങ് ആദ്യം കാലുകുത്തി, മറ്റേ ബാത്റൂം പോയിക്കായിരുന്നു. എന്തൊരു ബ്ലണ്ടർ കഥയാണ്. അതിനുശേഷം ഒരിടത്തിനും പോയിട്ടില്ല. മതി ഞാൻ എന്താ പോകാത്ത പിന്നെ ബസ്സിന് ആളെ കൊണ്ടുപോയിരുന്നല്ലോ അന്ന് പോയിരുന്നെങ്കിൽ. അന്ന് പോയി 2 പേരെ വിട്ടെങ്കിൽ ചെറുതിൽ വിട്ടോ. ഇങ്ങനെ സംശയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ അങ്ങനെ നമ്മൾ കുറേ കാലം വിശ്വസിച്ചല്ലോ. അപ്പോൾ അതിനൊരു സാച്ചുറേഷൻ പോയിൻ്റായി വിശ്വസിക്കാൻ.